ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പോക്കറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഹക്കോബ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. 1.5 മീറ്ററാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ലൈനിന് യൂസ് ചെയ്യണോണ്ട് ലൈനിനിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ലൈനിന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിടാം. ഇനി ടോപ്പിൽ നിന്നായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ടോട്ടൽ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 37 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ട് വരുന്നത് അത് മാർക്ക് ചെയ്യാം. ഇനി അതിൻ്റെ താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ലൈനിനായതുകൊണ്ടാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ ശരിക്കുള്ള ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്ക് വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വേസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഹിപ്പ് സൈസ് മെഷർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹിപ്പ് സൈസ് വരുന്നത് 40 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് 12 ഇഞ്ചാണ് ഇവിടെ വേസ്റ്റ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഇനി ക്രോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴും ക്രോച്ച് ലെങ്ത്തും വേസ്റ്റും സെയിം ആയിരിക്കും. ഇതുപോലെ തന്നെ ഹിപ്പ് സൈസ് ആദ്യം മെഷർ ചെയ്യുക. 40 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് 12 ഇഞ്ചാണ് ഇവിടെ ക്രോച്ച് ലെങ്ത് വരുന്നത്. ഇനി ആ പോയിന്റിൽ നിന്ന് ഇപ്പുറത്തോട്ടായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ശേഷം അവിടെ ഒരു കർവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ഇനി സെന്റർ പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ആ പോയിന്റിൽ നിന്നുള്ള അപ്പുറത്തെ സൈഡിലോട്ടുള്ള മെഷർമെൻ്റ് എടുത്ത് സെയിം തന്നെ ബോട്ടം പാർട്ടിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലായിട്ട് ആൻഡിൽ ലെങ്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ആൻഡിൽ ലെങ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡിൽ ലെങ്ത് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് 4 ഇഞ്ചാണ് നമുക്കിവിടെ ആൻഡിൽ ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്ത ശേഷം ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ 1 ഇഞ്ചിൽ കൂടെ ചെറിയൊരു കർവ് പോലെ ആ ഒരു ഭാഗത്തായിട്ട് വരച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
അടുത്തതായിട്ട് ബാക്ക് പാർട്ടാണ് ഇനി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ലൈനിന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിടാം. അതിനുശേഷം ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു പീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ടോപ്പിലായിട്ട് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ട് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ക്രോച്ച് ഏരിയയുടെ ആ ഭാഗത്ത് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിലും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി താഴെയായിട്ട് ആ ഒരു പോർഷനിൽ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അവിടെയും ഇതുപോലെ മാർക്ക് ചെയ്ത് ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിലുള്ള മെഷർമെൻറ്റ്സ് അതുപോലെ തന്നെ സെയിം നമ്മൾ ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത ശേഷം ടോപ്പിൽ ഇതുപോലെ ഒരു സ്ലോപ്പ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ മാർക്കിനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ലൈനിങ്ങിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ശരിക്കുള്ള ഫേബ്രിക്കിൽ നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ താഴെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം അതിന് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു ലൈനിന് ഇതിൻ്റെ മേലെ വെച്ച് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് അതേ സെയിം സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ലൈനിങ് അറ്റാച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ലൈനിങ്ങും നല്ല ഫേബ്രിക്കും ചേർത്ത് വെച്ച് അതിൻ്റെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്രോച്ചേരിയുടെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ 2 പീസസും ബാക്ക് പാർട്ടിൻ്റെ 2 പീസസും എടുത്ത് അതിനെ നല്ല വശവും ചേർത്ത് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പാർട്ടിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഇലാസ്റ്റിക് യൂസ് ചെയ്യാത്തതുകൊണ്ട് റോപ്പ് വെക്കാനുള്ള ആ ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് എടുത്ത് ടോപ്പിൽ നിന്നായിട്ട് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് വേണം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ടോപ്പിലായിട്ടുള്ള ആ ഒരു ഓപ്പൺ പോർഷൻ അവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് അതിൻ്റെ സൈഡ് ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ആ ഒരു ഓപ്പൺ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നല്ല വശത്തായിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പോക്കറ്റ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ടോപ്പിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി അതിൻ്റെ താഴെ 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം. അതിൻ്റെ താഴെയായിട്ട് വേണം പോക്കറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ പോക്കറ്റിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് വരുന്നത്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വിട്ട് ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്ത ശേഷം ഇനി പോക്കറ്റിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ഫാബ്രിക് എടുക്കുക. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് 11 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇത് ജസ്റ്റ് ഡബിൾ ഫോൾഡ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ നിന്നായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിൻ്റെ താഴെ വേണം പോക്കറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സൈഡിലായിട്ട് റൗണ്ടായിട്ടൊന്ന് ഒരു കർവ് പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയണം. ഇനി ഈ കട്ട് ചെയ്ത് മാറ്റിയ ഈ ഒരു ഫാബ്രിക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തായിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ച് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു കട്ട്, ഒരു 1/2 ഇഞ്ച് ആയിട്ട് ഒരു ചെറിയ കട്ട് കൊടുക്കണം. അതിനുശേഷം അത് ഇപ്പുറത്തോട്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സെപ്പറേറ്റ് ആയി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ നല്ല വശത്തോട്ടായിട്ട് അത് ടേൺ ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഫാബ്രിക് ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡിലോട്ടായിട്ട് നമ്മൾ ടേൺ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടേൺ ഔട്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് പൊസിഷനിലാക്കി അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ആ 2 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിന് കഴിഞ്ഞു. ഇനി ഈ ഒരു പോക്കറ്റിൻ്റെ ഓപ്പൺ സൈഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സൈഡ് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ടോപ്പ് ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു പോണ കാരണം ആ ഒരു പോർഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ബാക്ക് പാർട്ട് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ മേലെ നല്ല വശം ചേർത്ത് വെച്ച് അതിൻ്റെ ക്രോച്ച് ഏരിയ ആണ് ആദ്യം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം അത് നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കി അതിൻ്റെ ബോട്ടം പോർഷൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിൻ്റെയും ബോട്ടം പോർഷൻ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴേന്നായിട്ട്
നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും താഴത്തെ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ടോപ്പിലോട്ട് വേണം നമ്മൾ അതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ. ഇവിടെ സൈഡ് ജോയിനിനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്ത ശേഷം താഴെയുള്ള ആ ഒരു ഭാഗം, ആ ഒരു സ്ലിറ്റ് ഏരിയ നമുക്ക് ഇതുപോലെ അതിൻ്റെ സൈഡ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡിലായിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി അതിനുശേഷം ഇത് നല്ല വശത്തോട്ടായിട്ട് ടേൺ ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടേൺ ഔട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒരു 2 ഇഞ്ച് വിട്ട് അത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ ആ ഒരു സ്പേസ്, അതിൻ്റെ ആ ഒരു ചെറിയ സ്പേസിലോട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റോപ്പ് ഇതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് കടത്തി ഇപ്പുറത്തെ സൈഡിന് പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്.